ബാംഗ്ലൂർ സീരീസ് 2 നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ SMBT റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. അടുത്ത ഏതോ ട്രെയിനിലേക്ക് കൊണ്ടുപോകാനുള്ള കമ്പിളി പുതുപ്പുകളാണതേ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ഞങ്ങൾ പുറത്തോട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. എസ്കലേറ്റർ ഉണ്ട്, അതാണ് ഏറ്റവും വലിയൊരു ഉപകാരം. ഒത്തിരി ലഗേജൊക്കെ ആയിട്ട് വരുന്നവർക്ക് എസ്കലേറ്ററും അതുപോലെ തന്നെ ലിഫ്റ്റും വളരെ ഉപകാരപ്രദമാണ്. ബാംഗ്ലൂരിലുള്ള മറ്റു റെയിൽവേ സ്റ്റേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബാംഗ്ലൂർ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ആയിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള ഒരു കടയിൽ കയറി ഞങ്ങൾ പാവ് ബജി കഴിച്ചു. റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല ക്ലീൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലേഡീസ് ടോയ്ലറ്റും അതുപോലെ ജെൻസിനുള്ള ടോയ്ലറ്റ് അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആയിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് ഫുഡ് അടിപൊളിയായിട്ട് തോന്നി. അത് നിങ്ങൾക്കിനി കാണാം, എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം. ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. SMBTയിലോട്ട് കോരമംഗലം വരെ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നു. കോരമംഗലയിലായിരുന്നു ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ റൂമിലൊക്കെ വന്നു, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഇതാണ് ഞങ്ങളെടുത്ത റൂം. 2 ദിവസത്തേക്ക് 4200 ആണ് ഈ റൂമിന് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ റെൻറ്റിന് ബൈക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് റോയൽ ബ്രദേഴ്സിൻ്റെ ഷോപ്പിലേക്ക് 1 കിലോമീറ്റർ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ നടന്നുപോയി. അങ്ങനെ അടുത്ത കണ്ട ATMിൽ നിന്ന് കുറച്ച് പൈസ എടുത്തതേ ഞങ്ങൾ റോയൽ ബ്രദേഴ്സിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ വണ്ടി ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. അങ്ങനെ അവിടെയുള്ള വണ്ടികളെല്ലാം നോക്കി ഇതേ അവസാനം ഞങ്ങളുടെ വണ്ടി കിട്ടി. ഇതാണ് 3 ദിവസം ഞങ്ങളെ സംരക്ഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വണ്ടി. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. മേഘന ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അടുത്ത് കോരമംഗലിലോട്ട് വന്നത്. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫുഡായിരുന്നു മേഘന ബിരിയാണി. ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് റെസ്റ്റോറൻറ്റിൽ എത്തിയത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇവിടുത്തെ മേഘന സ്പെഷ്യൽ ബിരിയാണിയും ഒരു മട്ടൻ റോസ്റ്റും അതുപോലെ തന്നെ ഒരു ലൈം ജ്യൂസും ഒരു ബട്ടർ മിൽക്കുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഐക്യയിലോട്ട് പോവുകയായിരുന്നു. കോരമംഗലയിൽ നിന്ന് ഐക്യ വരെ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു.